ഹലോ, വെൽക്കം ബാക്ക് ടു ചാനൽ. അപ്പോൾ രാവിലെ 4 മണി ആയിട്ടുണ്ട് കേട്ടോ. സമയം 4 മണിക്ക് എണീറ്റത്. പിന്നെ കുളി ഇതൊക്കെ കഴിഞ്ഞപ്പോഴത്തേന് 4:30 4:35 ആയി. എന്തോ ഭയങ്കരമായിട്ട് മൂഡ് ഓഫുള്ള ദിവസമായിട്ട് ഇന്ന് ഭയങ്കര കണ്ണുവേദനയും ഒക്കെ ഉണ്ട്. എന്തോ പറ്റിയെന്നറിയില്ല, ചിലപ്പോൾ ഉറക്കത്തിൻ്റെ കുറവുകൊണ്ടാവാം. പക്ഷെ കുഴപ്പമില്ല, എന്നാലും ഓക്കെയാണ്, അൽഹംദുലില്ലാ. അപ്പം നമ്മൾ അടുപ്പ് കത്തിച്ചു കേട്ടോ. രാവിലെ വന്നാൽ അതാണല്ലോ നമുക്ക് ആദ്യത്തെ പണി. അടുപ്പ് കത്തിച്ചു, എന്നിട്ട് അതിലേക്ക് നമുക്ക് ചായക്ക് വേണ്ടിയിട്ട് വെള്ളം വെച്ചിട്ടോ. ഇന്ന് നമ്മൾ കടലക്കറിയാണ് ഉണ്ടാക്കുന്നത്. ഗ്രീൻ പീസിൻ്റെ വേറൊരു കടല, ആ ഇതിൽ പെട്ടതിന് പക്ഷേ ഒരു യെല്ലോ കളറായിട്ടുള്ള ഒരു കടല കേട്ടോ. അവർ പറഞ്ഞത് മൂത്ത കടലാണെന്നാണ് പറഞ്ഞത്. ഗ്രീനിൽ നിന്ന് മാറിയിട്ട് യെല്ലോയ്ക്ക് മാറി കടലയിലെന്നാണ് പറഞ്ഞത്. ഏകദേശം ഇതിൽ എത്ര വേവ് ഉണ്ടാവുമെന്നൊന്നും അറിയില്ല കേട്ടോ. എന്തായാലും നമുക്ക് വേവിച്ചെടുക്കാം കേട്ടോ. അതിന് വേണ്ടിയിട്ട് നമ്മൾ നന്നായിട്ട് കഴുകിയിട്ട് കുക്കറിലിട്ട് വെച്ചിട്ടുണ്ട്. നമ്മൾ കുതിർത്തെടുക്കണം കേട്ടോ, ഒരു 8 മണിക്കൂറെങ്കിലും കുതിർത്തെടുക്കണം. അപ്പം ഞാൻ തലേന്ന് ഇട്ട് വെച്ചിട്ടാണ് പിറ്റേ ദിവസമാണ് ഞാൻ ഉണ്ടാക്കുന്നത്. ഇനി അതിന് വേണ്ടിയിട്ട് ക്യാരറ്റ് വേണമെങ്കിൽ ഓപ്ഷനാണ്, ക്യാരറ്റ് ഇടുന്നത്. എനിക്കിഷ്ടമാണ് ക്യാരറ്റിൻ്റെ ടേസ്റ്റ്, അതുകൊണ്ട് ക്യാരറ്റ് ഒന്ന് എടുത്തിട്ടുണ്ട്. പിന്നെ ഒരു 3 തക്കാളിയാണ് എടുത്തിട്ടുള്ളത്. ഒരു മീഡിയം സൈസുള്ള തക്കാളി നിങ്ങൾക്ക് എത്രയാണോ ടേസ്റ്റ് വേണ്ടത് അതിനനുസരിച്ച് തക്കാളി എടുത്താൽ മതി. ഞാൻ 3 എടുത്തിട്ടുണ്ട് കേട്ടോ. ഇതൊക്കെ നമ്മൾ ആ കുക്കറിലിട്ടാണ് തന്നെ വേവിച്ചത്, അല്ലാതെ സെപ്പറേറ്റ് ആയിട്ട് ഉണ്ടാക്കണമൊന്നുമില്ല കേട്ടോ. അങ്ങനെയാണ് ടേസ്റ്റ്. നമ്മൾ പരിപ്പൊക്കെ ഉണ്ടാക്കില്ലേ, അതേപോലെയാണ് ഇത് ഉണ്ടാക്കുന്നതാണ് ടേസ്റ്റ്. ഇനി 2 പച്ചമുളക് ഇട്ടിട്ടുണ്ട്. അത് നല്ല എരിവുള്ള പച്ചമുളകാണ്, അതുകൊണ്ടാണ് 2 നിർത്തിയത്. വേറെ നമ്മൾ ഇതിലേക്ക് മുളകും പൊടിയൊന്നും ആഡാക്കുന്നില്ല. അപ്പോൾ പിന്നെ 2 മുളക് അത്യാവശ്യമാണ്. ഇനി ഇതിലേക്ക് നമ്മൾ വെള്ളം ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. നമ്മൾ എടുത്തത് 1 കപ്പ് കടല എടുത്തത്, അതിൽ 1.5 കപ്പ് വെള്ളം ഒഴിച്ചെടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി നമ്മൾ തലേ ദിവസം പൂരി ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് മാവ് കുഴച്ച് വെച്ചിട്ടുണ്ട്. ഞാൻ രാത്രി കുഴച്ചിട്ട് ഫ്രിഡ്ജിൽ വെച്ചതായിരുന്നു കേട്ടോ. അപ്പോൾ അത് ഇപ്പോഴും സോഫ്റ്റ് തന്നെയാണ്, പക്ഷേ നമുക്കത് കുറച്ചുകൂടി സോഫ്റ്റ് ആക്കണം. സോഫ്റ്റ് ആക്കാൻ മീൻസ് നമ്മൾ ആ തണുപ്പൊക്കെ ഒന്ന് വിട്ട് പോകണ വരെ നമ്മളങ്ങനെ കുഴച്ചെടുക്കണം. അപ്പോൾ ഇങ്ങനെ കുഴച്ചെടുത്തിട്ട് ഒരുപാട് നേരം നമ്മൾ കുഴച്ചെടുത്താൽ മാത്രമാണ് അതിൻ്റെ സോഫ്റ്റ്നെസ് കിട്ടുള്ളൂ. പക്ഷെ വല്ലാതെ സോഫ്റ്റ് ആവും ചെയ്യരുത് കേട്ടോ. നമ്മൾ ഉണ്ടാക്കുമ്പോൾ വല്ലാതെ സോഫ്റ്റ് ആവരുത്, കാരണം പെട്ടെന്ന് എണ്ണ പിടിക്കാൻ ചാൻസ് ഉണ്ട്. കാരണം വല്ലാതെ സോഫ്റ്റ് ആയാൽ നമ്മൾ പൊടിൻ്റെ അംശം ഇല്ലെങ്കിൽ ആ എണ്ണ പെട്ടെന്ന് കയറും. അപ്പോൾ എണ്ണ ഇല്ലാതിരിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ കുറച്ചുകൂടെ പൊടി ഇട്ടിട്ട് പിന്നെ ഒന്ന് കുഴച്ചെടുക്കണം. നന്നായിട്ട് കൈയൊന്ന് കുഴച്ചാൽ മതി. ആ സമയത്തിൻ്റെ ഉള്ളിൽ അതിൻ്റെ ഉള്ളിലുള്ള തണുപ്പൊക്കെ വിട്ട് വന്നോളും. ഇപ്പോൾ ഏകദേശം ആയിട്ടുണ്ട് കേട്ടോ. നമുക്കത് കുഴച്ചെടുത്തിട്ടുണ്ട്. ഇനി കയ്യിൽ ഒട്ടുന്ന ഒരു പരിവാണ് അങ്ങനെ ആവുള്ളൂ. ഞാൻ മറ്റേ കപ്പി കാച്ചിക്കാണ്ടാണ് പൊടി കുഴച്ചിട്ടുള്ളത്, അതുകൊണ്ടാണ് ഇങ്ങനെ കേട്ടോ. ഇനി ഇതിലേക്ക് 1 ടീസ്പൂണ് വെളിച്ചെണ്ണയാണ് ഒഴിച്ച് കൊടുക്കുന്നത്. നിങ്ങൾക്ക് വേണമെങ്കിൽ സൺഫ്ലവർ ഓയിലോ ഒക്കെ ഒഴിച്ച് കൊടുക്കട്ടെ. ഞാൻ വെളിച്ചെണ്ണയാണ് ഒഴിച്ച് കൊടുത്തത്. അത് നന്നായിട്ട് സോഫ്റ്റ് കിട്ടാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. കാരണം അങ്ങനെ ഒഴിച്ച് കൊടുക്കുമ്പോൾ നമുക്ക് കയ്യിലൊട്ടാതെ നമുക്ക് നന്നായിട്ട് കിട്ടും. അപ്പോൾ ഇങ്ങനെ ഒഴിച്ച് കൊടുത്തതിന് ശേഷം നമുക്ക് നോക്കണ്ടോ, സോഫ്റ്റാണ്, ഭയങ്കര സോഫ്റ്റാണിത്. നമുക്ക് പെട്ടെന്ന് ഉണ്ടാവാൻ നമുക്ക് ഓക്കെ ആവും, എവിടെയും പറ്റി പിടിക്കുകയൊന്നുമില്ല. അപ്പോൾ നമ്മൾ സോഫ്റ്റ്. ഇനി ഒരു 15 മിനിറ്റ് ഞാൻ വെച്ചിട്ടുണ്ട് കേട്ടോ. കാരണം അതെന്തുകൊണ്ടാണെന്ന് വെച്ചാൽ കുറച്ചുകൂടെ നമുക്കത് ഒന്ന് ബാലൻസ് ആയി കിട്ടാൻ വേണ്ടിയിട്ടാണ്. എന്നാലും നമുക്ക് പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാമല്ലോ. അപ്പോൾ ഏകദേശം ആയിട്ടുണ്ട്. ഇനി നമുക്ക് ഓരോ ഉരുളകളായിട്ട് നമുക്കെടുക്കാം. ചപ്പാത്തിനേക്കാട്ടിൽ കുറവ് വേണേൽ ഉരുളകൾ ഉണ്ടാക്കണമെങ്കിൽ ചപ്പാത്തിനേക്കാട്ടിലും ചെറിയ ഉരുളകൾ വേണം ഉണ്ടാക്കാൻ കേട്ടോ. അപ്പോൾ അത് ചപ്പാത്തിനെക്കാട്ടിലും ചെറിയ ഉരുളകളാക്കി നമ്മൾ എടുത്തിട്ടുണ്ട്. ഇനി ഒരു 10 മിനിറ്റ് കൂടെ വെച്ചതിന് ശേഷം നമുക്കത് പരത്താൻ തുടങ്ങാം. ഞാൻ മെഷീനിൽ തന്നെ ഇട്ട് കാണാനായിട്ട് ഇതാക്കുന്നത്. അപ്പോൾ ഇനി നിങ്ങൾക്ക് വേണമെങ്കിൽ മറ്റേത് പൊടി ഇട്ടുകാണ്ട് പരത്തൂല, അങ്ങനെ ചെയ്താൽ നമുക്ക് എക്സ്ട്രാ പൊടി ഇടേണ്ട ആവശ്യമില്ല. ഞാനിപ്പോൾ ഇങ്ങനെ ആക്കുന്നതുകൊണ്ടാണ് ഞാൻ അതിൽ എക്സ്ട്രാ പൊടി ഇട്ട്. എന്നാലും ഇത് സോഫ്റ്റായിട്ടാവും. അങ്ങനെ പൊടി വേറെ ആയിട്ടും അങ്ങനെയൊന്നും വെക്കണില്ല, സോഫ്റ്റാണ്. ഇനി ഇത് നമ്മൾ വെളിച്ചെണ്ണ ഞാൻ അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. വെളിച്ചെണ്ണയിൽ ഒന്ന് വേവിച്ചെടുത്താൽ മതി കേട്ടോ, പൊരിച്ചെടുത്താൽ മതി. നല്ല ടേസ്റ്റാണ്. നമ്മൾ കടലക്കറിക്കാണെങ്കിലും മറ്റേ ഗ്രീൻ പീസ് കറിക്കും കടലക്കറിക്കും പിന്നെ വെജിറ്റബിൾ സ്റ്റൂവിനും പിന്നെ ടൊമാറ്റോ സ്റ്റൂവിനൊക്കെ അതേപോലെ പൊട്ടാറ്റോ സ്റ്റൂവിനൊക്കെ ഭയങ്കര ടേസ്റ്റാണ് ഇങ്ങനെ പൂരി ഉണ്ടാക്കുന്നത് കേട്ടോ. വേറെ ചിക്കൻ കറിക്കൊക്കെ ടേസ്റ്റാണ്, പക്ഷേ ഞാൻ കടലക്കറിക്കാണ് കൂടുതൽ മെച്ചമാവുന്നത്. ഇവിടെ എല്ലാവർക്കും എല്ലാം വ്യത്യാസമാണ്. ഒരാൾക്ക് പൂരി പറ്റുമെങ്കിൽ ഒരാൾക്ക് ചപ്പാത്തിയേ പറ്റുള്ളൂ. അപ്പോൾ ഞാൻ അതിന് വേണ്ടിയിട്ട് കുറച്ച് അവിടെ വെച്ചിട്ടുണ്ട്, 4-5 ഇത് അവിടെ വെച്ചിട്ടുണ്ടായിരുന്നു. അതിന് ചപ്പാത്തിക്ക് ഇഷ്ടമുള്ളവർ ചപ്പാത്തി ഉണ്ടാക്കിക്കോട്ടെ വിചാരിച്ചിട്ട്. ഇനി നമ്മളിതാ ഉള്ളിയൊക്കെ തൂമ്പിച്ചിട്ട് വേവിച്ചുണ്ടാക്കിയിട്ട് നമ്മൾ കുക്കറിൽ നിന്ന് കടല എടുത്തിട്ടുണ്ട് കേട്ടോ.
ജസ്റ്റ് ചീരുള്ളിയും കറിവേപ്പില ഇട്ടുകൊണ്ട് തൂമ്പിച്ചെടുത്തിട്ടുണ്ട്. സമയമുള്ളൂ കേട്ടോ. ആ സമയത്തുള്ളിൽ വീണ്ടും ചായ കുടിച്ചിട്ട് വരാം. അപ്പം ഞാൻ കഴിക്കട്ടെ കേട്ടോ. ഇനി 3 പൂരിയാണ് എടുത്തിട്ടുള്ളത്. അതന്നെ എനിക്ക് വല്ലാതെ പോവില്ല, പക്ഷെ എന്നാലും കുഴപ്പമില്ല, അങ്ങനെ എടുത്തിട്ടുണ്ട്. പിന്നെ കറി എടുത്തിട്ടുണ്ട്. ഇത്രേ ഉള്ളൂ കേട്ടോ. എന്താ വിട്ട വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനൊന്നും മറക്കില്ലേ ഫ്രണ്ട്സ്. താങ്ക് യു.